வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. அப்படியே கூட நம்ம கசின் விஜய் ஜாயின் பண்ணியிருக்காரு. வணக்கம். ஹலோ. ஓகே, இதெல்லாம் பார்ட் 1 பார்ட் 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுக்குறேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம். போயிடலாமா? எஸ். എം.കെ. സുന്ദരേശൻ, കെയർ ഓഫ് ടി ഉണ്ണികൃഷ്ണൻ, താമരാശം പിള്ള ബസ്, ഓപ്പോസിറ്റ് അഞ്ചുമന ടെമ്പിൾ, എടപ്പള്ളി ബൈപ്പാസ്, കൊച്ചി. അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം. നിർത്ത് നിർത്ത്. மறுபடியுமா? നിനക്കൊന്ന് കിട്ടിയത് പോരായടാ. ഇല്ലെന്ന് പരിസരത്ത് കണ്ടുവരുന്നു. അയ്യോ ഉണ്ണി വിട് വിട്. വിടില്ല, കൊല്ലും ഞാനവനെ. അയ്യോ ഇത് കുക്ക, കോശി കുക്ക്. നമ്മ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ. ഇയാളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? പെട്ടിയെടുക്കാൻ മറന്നുപോയി. ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോകുന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട്ട് വിളിച്ചാ പോരായിരുന്നോ? മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നെ തല്ലൂലിക്കാനാണ് അന്ന് കത്തെഴുതി വരുത്തിച്ചത്. അത് ഇവനൊരു അബദ്ധം പറ്റിയതാ. അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ. ഞാൻ ആവശ്യമുണ്ടെ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോൾ ഓരോ കരിമാടികൾ വന്നോളൂ. ഉണ്ണേ എന്താ പേര്? ആഹാ നല്ല പേര്. ഉണ്ണേ, കാശിന്റെ കാര്യത്തിന് ടെൻഷൻ. ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെ പോലെ ഒരാളെ എനിക്ക് കിട്ടില്ല. ബെസ്റ്റ് കുക്കറാ അയാള്. ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ മുഖം. നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളിനെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ. നീയായിട്ട് എന്റെ പണി കളഞ്ഞ്. അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ. ഏറിയ 1 വീക്ക്. ഇനി എന്റെ ഏറും വീക്കും ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. എന്നോട് ഒന്നും തോന്നരുത്. റെസ്റ്റോറന്റ് ഒന്ന് ചാലു ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് കൂട്ടത്തിൽ ഒരു 5 പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട്. അതുവരെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല. ദയവ് ചെയ്ത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ. അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം. വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും മലയാളം, പച്ച മലയാളം. എന്തിനാ ഉണ്ണേട്ടിനെ വിളിക്കുന്നത്? നീ മലയാളം സംസാരിച്ചാൽ അവനെ കൂടി അറിയട്ടെ. എങ്കിൽ പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയേട്ടനോട് പറയട്ടെ. പതക്കത്തിന്റെ കാര്യം അവനോട് പറയാൻ പറ്റില്ല. എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ടാന്ന്. സുന്ദര, എന്താടാ? ആശ്വാസായി. ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കിക്കൊണ്ടുപോയിന്ന്. നീ എന്തിനാ വിളിച്ചു പോയി? ഈ വെണ്ടക്ക പോലത്തെ വെണ്ടയ്ക്ക പോലത്തെ നിനക്കെന്താ പറ്റിയത്? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ? ഇങ്ങോട്ട് മാറിയുന്നേ. ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും. ഉമ്മക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കോരി എടുത്ത് കട്ടി വെച്ച് ഞാൻ അനാവശ്യം എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? അതിപ്പോ പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അവിടെ വെക്ക്. போலீஸா? ஆமா, 3 days தானே டைம் கேட்டாங்க. அதுக்கு போலீஸ் போடவா? ബാങ്ക്ல ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല. മിണ്ടാതിരി. എന്താ കൈമാ സാർ? ഒന്നുമില്ല, കൊറേ കാലായാലോ കണ്ടിട്ട്. ഒന്ന് ഷെയ്ക്കൻഡ് തന്ന് പോവാന്ന് വിചാരിച്ചു. ഹലോ, മനുഷ്യത്വം മാത്രം വിചാരിച്ചിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത എനിക്ക് ലോൺ തന്നത്. ഒരു ചെറുപ്പക്കാരനല്ലേ, നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങയുടെ സെക്യൂരിറ്റി തന്നത്? ഒരു സൗമനസ്യം കാണിച്ചു എന്ന് കരുതി അതെന്റെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കരുത്. എന്നെ വൈച്ചങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെങ്കിൽ അതങ്ങ് കൊളപ്പള്ളി പറഞ്ഞാൽ മതി. കൈമൺ സാർ, അവര് മിണ്ടി പോകരുത്. തന്നെ പോലെ കുറെ അലപരാധികൾക്ക് ലോൺ കൊടുത്ത് പേരുദോഷം ഉണ്ടാക്കിയിട്ടുള്ളവരാ ഞാൻ. ഇനി അങ്ങനെ ഒരു മണ്ടത്തരത്തിൽ ഞാനില്ല. ഒന്നും മനഃപൂർവ്വമല്ല, സാറിനെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ന്യായങ്ങൾ ഒരുപാട് പറയാണ്ടാവും. ഇത് എത്രയോ കേട്ട് തഴമ്പിച്ച മക്കളെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടി. 1-ാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണപിള്ളയാ. കുറച്ച് നേരുന്നറിയുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത്. വെരി ഗുഡ്, എനിക്കിത് മതി. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. അപ്പോഴേ ഇനി ഈ വണ്ടി വിടുന്ന അനങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കും. ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശ സഹിതം തിരിച്ചു തരണം. അണ്ടർസ്റ്റാൻഡ്? பட் இந்த பொண்ணோட ஸ்டோரி எனக்கு தெரியல. வாட்? തോക്കോ?
ബസന്തിയുടെ ബാണ്ടക്കെട്ടിന്ന് വീണതാ. ഇവിടെ നോക്കട്ടെ. ഇത് കളിത്തോക്ക് കണ്ടാ. ഉം. സാധാരണ നമ്മുടെ ബലൂൺകാരി ഓയ്, അവര് കൊണ്ടുവരുന്ന തോക്കാണിത്. നിനക്കാണാ ஒரிஜினல் தான் அது. ஃபர்ஸ்ட் இது ரஷ்யன் ரூலட் மாதிரி எஸ்கேப் ஆயிட்டாப்ல. எம்டி கன் சேம்பர். ஓ இன்டர்மிஷன். അവള് ശരിക്കും മുറിയക്കാരിയല്ല, അവള് തനി മിണ്ടല്ലേ. എന്നെ കൊണ്ട് സത്യം തുറന്ന് പറയിക്കൂല. ഇവളോ എടാ, ഇവളെ ഏതോ ഭീകര സംഘടനയിലെ ആളാ. നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിച്ചു. കണ്ടാ കെട്ടിക്കൊണ്ട് ആൻസർ പറയുന്നത്. സോറി, നീ എന്താ ഈ കാണിക്കുന്നത്? വേറെ വല്ല ആയതുകൊണ്ടോ നോക്കാം. ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല. ആരെയിൽ വല്ല ബെൽറ്റ് ബോംബ് ഒളിപ്പിച്ചോണ്ടെന്ന് ആർക്കറിയാം. பெஸ்ட்ல போ. എന്താടി ഇവിടെ? ഏ ക്യാ ഹേ? നീ അവിടേക്ക് തൊട്ട് എന്താന്ന് ചോദിച്ചാ കുട്ടി എന്ത് പറയാനാ? ഇവിടെ എന്തോ തടയുന്നുണ്ടാ? ഈശ്വര, ഈർക്കിലി പടക്കോ? അത് ഏലസ് ആയിരിക്കും, ഏലസ്. ஆலிசா. ഏലസാ. ഹാ, ഇനി പറ. அது செப்பரேட் பவர். നീ ആരാകുന്നു? നീ കണ്ണു തുറപ്പിക്കല്ലേ, കണ്ണു കുത്തിപ്പൊട്ടിക്കും ഞാൻ. മറിയൻ റഷീദെ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ? നിന്റെ ഉടുതുണി കംപ്ലീറ്റ്. വൃത്തിയോട് സംസാരിക്കരുത്. ഞാൻ മലയാളത്തിലല്ലടാ അതാണ് പ്രശ്നം. നീ പതക്കാ ഉണ്ടാകാനായിട്ട്. അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കെ. തോക്കും കൊണ്ട് ആരെ കൊല്ലാനാടി നീ നടക്കുന്നത്? അത് പറയാതെ നിന്നെ ഓ, വിടില്ല. no. ഇനി വല്ല VIP-മാരെയും. സുന്ദര പോയോ? സുന്ദര நீங்க சொன்ன மாதிரி எப்பதான் ரெட் இருக்கும். കുറെ ഭീകരന്മാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചത് ഓർമ്മയില്ല. ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി. ഇന്ന് CM ഷിപ്പ്യാർഡിനടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടു. 2 ദിവസം മുമ്പ് ഇവൾ എന്നോട് ഷിപ്പ്യാർഡ് എംബ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു. അതെന്തിനാടി തിരക്കിയത്? പറയടി, എന്തിനാടി ഷിപ്പ്യാർഡ് എംബ്രാന്താന്ന് തിരക്കിയത്? പറയാൻ. മുഖ്യമന്ത്രിയെ കാണാൻ. മുഖ്യമന്ത്രിയെ കാണാൻ? എന്തിനാ കാണുന്നത്? ഒരു പരാതി പറയാനുണ്ടായിരുന്നു. പരാതിയാ? ഉം. നീ ഏത് ഭാഷയെ പറയൂടി? മലയാളത്തില്. എന്താ അദ്ദേഹത്തിന് മലയാളം അറിയില്ലേ? അങ്ങേർക്ക് മലയാളം അറിയാം, പക്ഷെ നീ എങ്ങനെ മലയാളം? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ? സുന്ദര, ബസന്തി മലയാളത്തിൽ സംസാരിച്ചു. നീ എന്താ ഞെട്ടാത്ത? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്താ അറിയണ്ടേ? ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ? കൊല്ലാൻ തന്നെയാ, മറ്റാരെയല്ല, എന്നെ തന്നെ. മരണക്കിടക്കയിൽ വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത്. ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി. ഇനി എനിക്ക് അറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം, അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് ആരുമില്ല, സ്വന്തം എന്ന് പറയാൻ ഒരു പുൽക്കൊടി പോലും ഇല്ല എനിക്ക്. അങ്ങനെ പറയരുത്, ഞങ്ങളുണ്ട് ബസന്തിയുടെ കൂടെ. கொடி புல்லும் கொடி. ആരാണ് ക്രൂരൻ? ശ്രീധര കൈമൾ, മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ. തൽക്കാലം ആ തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും. അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും. എന്തായാലും അവള് നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവമാ. അവള് വസന്തിയല്ല, പിന്നെ മഹാലക്ഷ്മിയാ. നമ്മളെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി RC ബുക്കും കൊണ്ടുപോയി ആ ചെറ്റ കൈമൾ തന്നെ RC ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും. എങ്ങനെ? നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും. അതൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല. മകളെ അച്ഛൻ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു. ആ കുട്ടി അറിഞ്ഞാലോ? ഒന്നും അറിയില്ല. അപ്പൊ ഒരു കളി കളിക്കാൻ. ഒരുമാതിരി മറ്റോർത്ത പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൊബൈൽ റെസ്റ്റോറന്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നെ ഹോട്ടലിലാക്കിയിട്ട് ദിവസം 3 ആയി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് ഇരിപ്പിന് അടിച്ചു കൊടുത്തോട്ടെ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിൽ എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിരിക്കുക. അയ്യോ കോശി, ഷെഡേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ്, അതിനുള്ളിൽ എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി, ഷടേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ്, അതിനുള്ളിൽ എല്ലാം ശരിയാവും. അത് തന്നെയല്ലേ ഈ മോനാണ് പറഞ്ഞത്. ഇപ്പൊ എന്റെ കയ്യില്.
കോശി ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾക്കില്ലേ കോശിന് ഞങ്ങളുടെ കൂടെ കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ചിരിച്ചേ, ശരിയൊക്കെ ചെലവിട്ട് മതി. ചിരിക്കാനാ പറഞ്ഞത്. ചിരിപ്പിക്കലേ ഞാൻ ചത്തുവോ? അത് ചിരിക്കുന്നത് ശരിയാ. റേഡിയോ ഇതിന്റെ അകത്ത് ആവശ്യമില്ലല്ലോ. ரேடியோ ரிப்பேர் பண்ணிட்டு ഇത് മാഗ്നറ്റ് റിപ്പയർ പண்றமே தெரியல. സുന്ദര, மேக்னெட் போட்டுக்கிறது இது ஒட்டிட்டு ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, ആ. പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആ, ആലിലയിൽ കിടക്കും ഉണ്ണികൃഷ്ണ പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള കൃഷ്ണൻ. വേണ്ട വേണ്ട, എല്ലാം മാക്കി, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. May I come in? യെസ്, കം ഇൻ. ഞാൻ എവിടെ കിടക്കണ്ടേ? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എടോ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടർസി കിടന്നോ. ടെറസിലാ? വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ആ, ശരി. എന്താണ്? എനിക്ക് തലവെക്കാൻ. രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തല വെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോളിൽ. ശരി മുതലാളി. ഡാ, ശരിക്കും മുതലാളി ഞാനാ. ആ, ശരി, ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി, നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. പോടാ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്ത ആ താമരാക്ഷ പിള്ള ബസ്. இதே ஸ்பாட் தான் எல்லா டைம் காட்டுறாங்க. എന്തൊരു ശബ്ദം കേട്ടത്? கீழே விட்டாப்ல. അപ്പൊ ടർസിന്റെ മുകളിൽ നിന്നായിരിക്കും. കൊന്ത ഏശി. അല്ല, എന്താ കോശി? ഞാനിവിടെ താഴെ എന്താ കോശി? മുള്ളാൻ മുട്ടിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ. അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി. കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ? കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കാണ്ട കിടന്നത്. അല്ല, കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവെങ്കിലേ അലാറം വെക്കണ ടൈപ്പീസ് നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു. സംസാരിച്ച സമയം കണ്ട് വേഗം റെഡിയാ നോക്ക്, നമുക്ക് പോണ്ടേ. എവിടെ പോകുന്നു? ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്നാ? ഓ, കോശിയുടെ വീഴ്ചയിൽ ഞാനത് അങ്ങോട്ട് മറന്നു. ആ, ഞാൻ വീഴ്ചയില ഓർത്തത്. ഇതാ കാശ്. ആ, ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്ക്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാം. വാ, പൊളിച്ച് നിൽക്കണ്ട. നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം. എന്റെ അമ്മേ. കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. ട്ടാ. എന്നെ imitate ചെയ്യണം. അമ്മ, ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ ഏത് ஏதோ നടക്കണ്ടേ தனியா. സുന്ദരാ. ஏய், அவர் கண்ணாடி எப்படி அவர் ஸ்டைலா வராங்க, அதான் வராரு. ஸ்டைலே ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പണ്ട് അതായത് ഇപ്പൊ വർഷങ്ങൾക്ക് റെഡില്ല മുൻപ് ഒറ്റപ്പാലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ பேண்ட் என்ன ബാങ്കിൽ கொடுக்குறது? ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു. ആ, അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് വസുന്ധര. ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവക്ക് വെറും 2 വയസ്സ്. ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ 3 വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണർ ആയിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. പിശാച് ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തലയിൽ മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ പട്ടിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നേക്കും. ഞങ്ങളുടെ RC ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ அந்த போலீஸோட ശ്രീധര கண்ணாடியா കൈമളുടെ ജാരസന്തതികൾ ഞങ്ങളുടെ മാറി പാട്ടാക്കും. ഇത് സത്യം. ശിവം സുന്ദര. പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്ത് കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും ഉണ്ണി. നിനക്കൊന്നും ഇനി ഒരു അളവുമില്ല. 24 മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും. Get out. ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകളെ അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. സാരമില്ല, നമുക്ക് വേറെ വഴി നോക്കാം. എന്തായാലും പറ്റിയത് പറ്റി.
തൽക്കാലം അവളോട് പറയണ്ട. പറ്റിയതും കിട്ടിയതും പറയണ്ട. ആ, രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശി. വീണ വേദന കാരണം ഞാൻ വീണ വായനാന്ന് കേട്ടിട്ടില്ലേ? വെബ്സീരീസ് വീണ വേദനാന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ബസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ വസന്തിക്ക് ഇത് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അപ്പൊ എന്റെ കാര്യോ? വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പൊ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യം 2000 പിന്നെ എന്റെ കുടുംബം പട്ടിണിയെടുക്കണം വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. വസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ലിവർ കളയണേ? താരക് മാറ്റിട്ടാണല്ലോ. എന്താണ് ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് വസന്തി എന്താ ഇത്? കോള. ഭയങ്കര മേലുവേദന. ഞാനൊന്നും മേൽവേദന. അപ്പൊ ഓക്കെ. അതാണല്ലോ മേൽവേദന. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. എന്താ യൂറിസ്റ്റ? ആ. എന്റെ മോനാളി, ഞാൻ ഈ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടർച്ചിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കണ്ടേ? ആ, ഇത് കോള മാത്രമുള്ളൂ. എടുത്തൊഴിച്ചൂടെ ദേ. ആ കുടിച്ചിട്ടാ. റൈറ്റ്. ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇവിടെ ഇറങ്ങിയേ. കോള മാറിപ്പോയടാ. നേരെ വാ, വണ്ടിയുടെ പുറകു വിട്ടോ. இவங்க எங்க போயிட்டு இருக்காங்க? இங்க வரலாங்க போறாங்க. വേഗം പോ. ஆக்சுவலா பஸ் மேல நிக்கிறாரு பாரு. കോച്ചി, കറണ്ട് കമ്പി നോക്കണേ. അടുപ്പിക്ക്, അടുപ്പിക്ക്. ஏதோ ரிஸ்கி ஸ்டண்ட் அப்பலாம். കുറച്ചുകൂടി സ്പീഡ്. അമ്മോ. ஸ்பீட் ஏத்துறாங்க. കോച്ചി, நாட்டுக்காரே என்ன ரசிக்கே. அடுத்ததெல்லாம் தெரிஞ்சிருக்கும்னு நினைக்கிறேன். கடப்பாரு. பெட் ஓ பெட் தான் கடப்பாரு. இல்ல ஏதோ கிடப்பா. ஓ கிடப்பாரு. ஓகே ஓகே. കോയമ്പത്തൂർ നോ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. തമ്പി നമ്മളെ വണ്ടി ഒന്ന് വേഗം വിടറോ. എന്തൊരു സ്പീഡാണ് നിങ്ങൾക്ക്. ഹലോ, എന്താ നീ? അങ്ങോട്ട് പോകണം. ഞാൻ ഇങ്ങോട്ടാണ്. ஐயோடா. ஐயோ. ஏரிக்குள்ள போய் ஸ்டோரி முடிச்சு. பிரேக் போட்டுருவாங்க நினைக்கிறேன். Probably. இந்த வண்டியில இவ்வளவு பாஸ்டா வந்திருக்கா? அதானே. யார் இது கூட்டுறது? ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. എന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂത്ത പഞ്ഞി? ഇത് സ്മെല്ലടിക്കാൻ നമ്മുടെ ബസ് എവിടെ? ചേട്ടാ നിന്നാ ചായ ചായയല്ല നിന്റെ എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ? ஏடா கூட்டது நீங்க. ജീവിതത്തോടെ നീ ഇപ്പൊ കളിച്ചത്. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ പോയിക്കോ. എന്റെ മുമ്പിൽ പോവാനല്ലേ പറഞ്ഞേ? നീ എന്താ ഈ കാണിച്ചേ? എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശവം പോലും കിട്ടില്ലായിരുന്നു. അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ? അതിനാണല്ലോ തല്ലിയത്. പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു വിളിക്കാൻ പോവാ. വസന്തി അവിടെ നിക്കേ, ഞാനാ വിളിക്കണത്. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. അവനൊരു തമാശ പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വരാൻ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവൾ എവിടെ പോവാനാ? പടി കൊണ്ട് ദേഷ്യം തീർന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും. നീ വണ്ടി കയറ്, കുളിച്ചിട്ട്. ഒന്നും പോയിട്ടോ. Maybe. ജപ്തി ചെയ്യാനല്ല, ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാ ഞാൻ വന്നത്. എത്ര രൂപ വേണം? 25,000, 50,000? ഇയാൾക്ക് ഇപ്പഴാ ബോധോദിച്ച്. ജാരസന്തതിക്കത് നാട്ടി പാട്ടാവാതിരിക്കാൻ കോംപ്രമൈസിന് വന്നിരിക്കാൻ മൊട്ട. മിസ്റ്റർ കായ്മൾ, 50,000 അല്ല 1,00,000 രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഏത് കുട്ടിയുടെ? എന്ത് കോംപ്രമൈസ്? ഓർമ്മയില്ല? ഇല്ല. ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം. കണ്ണടയുണ്ട്, മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. അപ്പൊ ലോൺ തരാന്ന് പറഞ്ഞത് 5 ലക്ഷം ഉറുപ്പിയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നുകൊണ്ട്. 5 ലക്ഷം രൂപയാ?
എന്റെ പേരിലോ? ബിജി. സംഗതി സീക്രട്ട് ആയിട്ടാണ് എത്തിയതെങ്കിലും കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു. മിടുക്ക, എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ? ഞങ്ങൾക്കൊരു ചേരിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം റുപ്യയുടെ ഗ്യാരണ്ടി വന്നത്? அதுக்கு ஆக்சுவலி சிஎம் ஓட பொண்ணு தான் போல. മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ബസന്തി അല്ലേ? ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി. അവിടുത്തെ ഗായത്രി ആയിരിക്കും ഇവിടുത്തെ ബസന്തി. ഓ, അപ്പൊ അവള് കള്ളപ്പേരില് കള്ള പേരിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ. പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയൂ. ഓ എടോ, അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കൊരു മലയാളിയാ. പണ്ടങ്ങാണ്ട് ഇവിടുന്ന് നാട് വിട്ടു പോയതാ. ഏതോ ഒരു ഒറ്റപ്പാലംകാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടറോ, ആ കുട്ടി എവിടെ? അവള് പോയി. ഇവിടെയും കൂടെ ഉള്ളൂ ഇനി തപ്പാൻ. വാ. ഇറങ്ങ ഇറങ്ങ. ബസന്തിയെ ബസന്തിയെ. ബസന്തി എഴുന്നേറ്റോ. അച്ഛാ പോടോ. അയ്യോ, അവിടെ തന്നെ ഇല്ലടാ ഇറങ്ങിയിരിക്കുന്ന തന്റെ മക്കളും ചെറ്റപ്പൊക്കാൻ നേരത്തെ പരിചയമുണ്ടല്ലേ? എന്റെ ദൈവമേ, എവിടെ പോയിട്ട് തപ്പും? സിറ്റി മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു. கண்டுபிடிச்சிட்டாரா? அதே கொலுசு. ഇതവളാ ഗായത്രി. ഗായത്രി, நான் அச்சனா, എഴുന്നേക്ക്. போப்பா, ஏன் நான் வரமாட்டேன். தமிழ் உன்னை பேசுறேன்? எனக்கு பார்க்க வேண்டாம். അങ്ങനെ പറയാതെ മോളെ, ഞാനല്ലേ വിളിക്കുന്നത്. ஆமா, நீ பெரிய மினிஸ்டர். அதுக்கு எனக்கு என்ன வந்துச்சு? ஒண்ணும் இல்ல. 55-ാമത്തെ വയസ്സിൽ എനിക്ക് രാജയോഗം ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല. കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത്. പോണ്ടിച്ചേരി കമ്മത്താൻ തേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട്. ആ കാശിന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞങ്ങളോ? മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതല്ല സാർ ഞാൻ ആലോചിക്കും. പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ എന്റെ വണ്ടിയിൽ വന്ന് കയറിയെന്ന് എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലും ആയിക്കോട്ടെ, കാശുള്ളവര് പലതും ചെയ്യും. ചിലര് വിമാനത്തിന് മറ്റു ചില തെണ്ടിപ്പിള്ളേരന്മാര് ഇതുപോലെ നടക്കും. കേരളം ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ്, അതല്ലേ നിങ്ങളുടെ സ്വപ്നം? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് മാറ്റിയാൽ. അതൊന്നും വേണ്ട സാർ. വേണം സാർ. ഇനിയിപ്പോ ഈ കുട്ടി അക്കൗണ്ട് മാത്രം അത് നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഫോട്ടോസ് ഒരിക്കലും കള്ളം പറയാറില്ല. ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നു. ആ കുട്ടി നിങ്ങളുടെ കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കും. പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയതാണെന്ന്? പറ്റില്ല. അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും. എന്നാലും ഇല്ല. എങ്കിൽ ഇനി വെച്ച് താമസിപ്പിക്കണ എന്തിനാ? നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചെണിപ്പിച്ച് ചോദിച്ചാലോ? ഓ, ജന്മനാ വിടിത്തരെ പറയൂ പൂരിത്തക്കട്ടവൻ. മന്ത്രിയുടെ മോളാണ് നമ്മൾ മനസ്സിലാക്കി എന്നറിഞ്ഞാൽ അവൾ അപ്പ സ്ഥലം വിടും. അത് ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത്. അല്ല പിന്നെങ്ങനെ? ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ്. വളയ്ക്കാന്നൊക്കെ പറഞ്ഞ വളരെ ചീപ്പായി. ഓ, ഞാനിത് മറ്റേ അർത്ഥത്തിൽ പറഞ്ഞതല്ല. നമ്മൾ നല്ലവരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം. അവിടെയാണ് മിടുക്ക്. പിന്നെ നമ്മൾ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് കുറെ നാളെടുക്കും. എടുക്കണം. ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ. ഓ, കോടികളുടെ മുതലാണ് വെറും തറയെ കിടക്കുന്നത്. ചപ്പാത്തി ആൻഡ് മട്ടൻ ചാപ്സ് ഫ്രം ഹോട്ടൽ സെന്റ് സേവം. അപ്പം ആൻഡ് ഫിഷ് കറി ഫ്രം ഹോട്ടൽ സെന്റ് നാരായണ. വെറും നാരായണ. എനിക്കൊന്നും വേണ്ട. മാംസാഹാരങ്ങൾ എടുത്ത് മാറ്റൂ. ഞാൻ നോക്കൂ. ആപ്പിൾ, ഗ്രേപ്പ്, ജിലേബി, ലഡു, കേക്ക്, ബട്ടർ കേക്ക്, നാപ്കിൻ ആൻഡ് സ്ട്രോ ഫ്രം സിലാം ബേക്ക് ഹൗസ്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇപ്പൊ അറിയണം. എന്നെ ഈ വണ്ടി കയറ്റി കിടത്തിയതാരാ? ഞാനാ രാത്രി വഴി കിടന്ന് പനി പിടിക്കണ്ടെന്ന് കരുതി. അല്ല സ്നേഹം കൊണ്ട്. വേണ്ട, എന്നോട് ആരും ഒരു സ്നേഹവും കാട്ടണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മാർത്ഥത ഇല്ലെന്ന്. ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ? ഞാൻ പോവാ. കുടിച്ചിരുന്നാലും നാവും ഓർക്കുമ്പോഴാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. പ്രൊപ്പോസ് பண்ண போறாரு நினைக்கிறேன். അത് ഈ ബാങ്ക് ഉണ്ണിയേട്ടൻ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. എന്ത്? ബസന്തി ഐ ലവ് യു എന്നല്ലേ? ஓ, நீ ஒரு பேங்க் ரிலேட்டட் கேக்க வந்திருக்கீங்க. അതല്ല. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടി പ്രകൃതി രമണിയാണ്. കുട്ടി പോയി ഡാൻസ് ചെയ്തോളൂ, ഞാൻ പാടിത്തരാം. പൊക്കോളൂ. எங்க கூட்டி வந்திருக்காரு? ஹோட்டலுக்கா? പ്ലീസ്. എന്താ ഇതൊക്കെ? ലഞ്ചാ? കോണ്ടിനെന്റൽ, ചൈനീസ്, തന്തൂരി, നേപ്പാളി, ബെസ്റ്റ് ഫുഡാ. എന്തിനാ ഇതൊക്കെ എന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതോ എന്നെ സന്തോഷിപ്പിക്കാനോ? അതെ, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതില്ല.
നമ്മള് കണ്ടുമുട്ടി അന്ന് തന്നെ ഒരു ട്രീറ്റ് തരണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് അല്ലടാ. പിന്നെ Red അന്ന് Butter. ബസ്സിനകത്തുനിന്ന് കുട്ടിയെ കഴുത്തിനൊടിച്ച് തള്ളി പുറത്താക്കിയില്ലേ, അതൊരു ടെസ്റ്റ് ആയിരുന്നു. ആ ടെസ്റ്റിൽ കുട്ടി വിജയിക്കുകയും ചെയ്തു. അല്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ. ഇതിലും വലിയ സമ്പന്നത ഉപേക്ഷിച്ച് പോന്നവളാ ഞാൻ. ഇഷ്ടം പോലെ പറന്നു നടക്കണം. കുട്ടിക്കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അനുഭവിച്ചു തീർക്കണം. നിങ്ങൾക്കറിയോ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത്. ടെററിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് അച്ഛന് Z കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു. കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും. ക്ലാസ്സിലെ പിൻബെഞ്ചിൽ തോക്കുമായി നിൽക്കുന്ന ബ്ലാക്ക് കാറ്റ്സിന് നടുവിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. കൂട്ടുകാരില്ല, കളിച്ചിരിയില്ല, ബാല്യത്തിന്റെ വർണ്ണങ്ങളൊന്നുമില്ലാത്ത നരച്ച Sad ബാല്യം. life. മന്ദിരമന്ദിരത്തിലെ സുരക്ഷിതത്വത്തിന് നടുവിലും ഓ, ഇതൊരു പി വാസു. സ്വന്തം വേലക്കാരൻ തന്നെ തമിഴ് അച്ഛനെ ഡയറക്ടർ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെ ആദ്യം നടക്കിയ സംഭവം. செத்துட்டாரா? அது குழந்தையெல்லாம் அப்படி பார்த்துட்டு ரொம்ப ட்ரமடைஸ் ஆயிருக்கும். அது எடுத்து கொடுத்துட்டோம். இந்த மினிஸ்டர் வேலை நமக்கு வேண்டாங்க. ம். வேற எവിടെയെങ്കിലും പോയി അമ്മേ. ജീവിക്കാം. மரணம் காத்து விட കഴിയുന്നതിലും ഭേദം അതാ. லட்சுமி சின்ன வயசுல இருந்தே நான் பார்ட்டி மெம்பர். எவ்வளவு உதவாங்கி இருக்கு பார்ட்டிக்காக. எத்தனை வாட்டி நான் லாக்அப்ல கிடந்திருக்கு, எத்தனை வருஷம் நான் ஜெயில கிடந்திருக்கு. அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா? பாவம், குழந்தை கொஞ்சம் பயந்து இருக்கு, பரவாயில்ல. எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும். மினிஸ்டர் மகதானே, மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும். நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு, எனக்கு கொஞ்சம் வேலை இருக்கு, நான் வரேன். உடம்பு ஸோ பூரா அப்பவே பயங்கர ஓடிவிட்டாளா? வலி. பேசுறது கூட ரொம்ப கஷ்டம். இன்னைக்கு சேத்துக்குடியில மகளிர் அசோசியேஷனோட இனாகரல் ஃபங்க்ஷன் போயிட்டு போய் தான் ஆகணும். ஞான ஆலோசிச்சுட்டு ஒரே ஒரு வழி കാണുന്നുള്ളൂ. சேத்துக்குடியில ലക്ഷ്മി പോണം. ഞാനോ? ഒരു നല്ല വീട്ടമ്മയെ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മയെ നിർബന്ധിച്ച് അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി. പോയിട്ട് വാ. ஓகே சம்திங் ஃபிஷி. ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ. ആ പോയത് ആരാന്നറിയാമോ? വെറും ലക്ഷ്മി സന്താനമല്ല, சேத்துக்குடியில வரப்போற பை எலெக்ஷன்ல நம்மட பார்ட்டியோட ஸ்தானார்த்தி. இந்த உடம்பு வலி, பாடி பெயின் எல்லாம் வெறும் நாடகமா. சும்மா சொன்னா போக மாட்டா. அங்க செல்லும்போ ஸ்டேஜில் வச்சு நம்ம கட்சி ஸ்தானார்த்தின்னு பார்ட்டி செக்ரட்டரி அனௌன்ஸ் செய்யும். அப்பதான் அம்மாவுக்கு எல்லாம் தெரிய போகுது. என்ன வருங்கால பாண்டிச்சேரி முதலமைச்சர் லட்சுமி சந்தானம் வாழ்க. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിയില്ലേ? செல்லம், மினர்வா தியேட்டர்ல ஸ்பீல்பர்க் உடைய பர்த் ஆஃப் எ குயின் ஓடுது. ஸ்பீல்பர்க். அந்த படம் உனக்கு பார்க்க வேண்டாமா? The men that attacked me. Do whatever you can. I need more time to finish the last rites. And Christ, the true shepherd. Please. எனக்கு என்னமோ இது அங்க நடந்துட்டு. സിനിമ പാതിക്ക് നിർത്തിയിട്ട് ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ? അപ്പാ உங்களுக்கு என்ன ஆச்சு? லட்சுமிக்கு பகரம் அங்க நான் தான் போயிருக்கணும். எனக்கு ஒரு வாண்டட் அனுப்புன மாதிரி ஃபீல்பா. எனக்கும் அப்படிதான் தோணுச்சு. எனக்கு அப்படி தோணல. வணக்கம். தலைப்புச் செய்திகள். அடுத்த மாதம் நடைபெறவிருக்கும் சேத்துக்குடி பை எலெக்ஷனில் எதிர்க்கட்சியான KMK கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இறந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு RK சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளரிடம் அறிவித்தார். ഇൻഹ്യൂമൻ ആംബിഷൻ. പാർട്ടി തീരുമാനിച്ചു, ഞാൻ അങ്ങ് സമ്മതിച്ചു, അவ்வளவுதான். അമ്മ മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. ഓർമ്മയുണ്ടോ അച്ഛന്? ഉണ്ടല്ലോ, அதனாலதானே சம்பாதிச்சா. லட்சுமி மரிச்ச சென்டிமெண்ட்ஸ் இன்னும் ஜனங்க மனசுல இருந்து போல. அதை நம்ம சம்பாதிச்சா நிச்சயம் ஜெயிக்கும். என்ன തോൽപ്പിക്കാൻ ഏത് ശക്തികൾ അവളെ നശിപ്പിച്ചു, അവരെ നശിപ്പിക്കാൻ ലക്ഷ്മിയുടെ മരണം തന്നെ നമ്മൾ ആയുധമാക്കണം. അമ്മയുടെ മരണം പോലും വിറ്റ് വോട്ടാക്കണമെന്നല്ലേ? ചെല്ലോ, നീ ഇപ്പൊ சொன்னதாண்டி சரியான പൊളിറ്റിക്കൽ തന്ത്രം. പറ്റില്ല. സ്ഥാനാർത്ഥി അവൻ എന്നെ കിട്ടില്ല. മോളെ ഗായത്രി, ഇല്ലെന്ന് പറഞ്ഞില്ലേ? இங்க பார், இந்த RK சந்தானம் ஒரு தீர்மானம் எடுத்தா பின்ன அதுல எந்த மாற்றமும் வராதுன்னு என்ற போல் கரியாலோ. நாளை முதல் எலெக்ஷன் பிரச்சாരണം தொடங்கணும், புரிஞ்சதா? മേബി അവർക്ക് അതുதான் அந்த റിവെഞ്ച് പോലെ. ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി. ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ. നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് ജീവിക്കുന്നു തന്നെ ഒരു തോന്നലുണ്ടായത്. നിങ്ങളുടെ കളി, ചിരി, തമാശ, വഴക്ക് ഒക്കെ എനിക്ക് ഇഷ്ടായി. എന്തായാലും ഞാൻ ഇനി തിരിച്ചു വീട്ടിലേക്കില്ല. காயத்ரி பத்தி ஏதாவது தகவல் கிடைச்சதா? என்ன இல்ல இல்லன்றீங்க, எங்க தேடுனீங்க, என்ன பண்றீங்க எல்லாரும்? സാർ, പ്രതിപക്ഷ നേതാവ് മോനും കാണാൻ വന്നിട്ടുണ്ട്. வணக்கம் ஐயா. வணக்கம் வணக்கம், வாங்க. எனக்கு அதை பார்த்தா புதுப்பேட்டை தான் ஞாபகம் வருது. எனக்கு ஒரு ப்ராப்ளம். கடவுள் புண்ணியத்துல இவர் வந்து என் நல்ல கிளாஸ்மேட்டோட என்ன அப்படி சொல்றீங்க? இல்லனா இந்த நாட்டுடைய எதிர்க்கட்சி ஃபாதர். தலைவர் ஓ, முத்துராமனும் அவரோட மக செல்வமும் என் வீட்டு வாசப்படி மெரிப்பீங்களா? சரி, உங்களுக்கு நான் என்ன செய்யணும்? உங்க பொண்ணு என் அப்போசிஷன் கேண்டிடேட் உடம்பு சரியில்லாம ஹாஸ்பிட்டல்ல இருக்கான்னு கேள்விப்பட்டேன்.
ஆமா இப்ப என்ன அதுக்கு? அவ எந்த ஹாஸ்பிடல்ல இருக்கான்னு நாங்க கொஞ்சம் தெரிஞ்சுக்கலாமா? அதை நீங்க தெரிஞ்சுக்க வேண்டிய அவசியம் இல்ல. வேண்டாம், சொல்ல வேண்டாம். ஆனா இந்த எலெக்ஷன்ல இவனுக்கு ஆப்போசிட்டா அவன் நிக்க கூடாது. சாரி முத்துராமன். ஓகே, நாங்க வரோம். ஆனா ஒரு விஷயம், உங்க பொண்ணு எங்க இருக்கா, யாரோட இருக்காங்கிறதெல்லாம் தெரிஞ்சுக்கிட்டு தான் நாங்க இங்க வந்திருக்கோம். வரட்டுமா? ஓகே, நம்ம வந்து பார்ட் 3 ஸ்டார்ட் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம். பாய். Bye.